ബോസ് നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കേരള രാഷ്ട്രീയം അടിമുടി കോലാഹലങ്ങളിൽ തന്നെയാണ്. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നേരത്തെ നിലവിലിരുന്ന സർക്കാരിൻ്റെ പദ്ധതികളും അതുപോലെ തന്നെ പുരോഗമന പ്രവർത്തനങ്ങളും എല്ലാം ഒരു കാരണവശാലും റദ്ദ് ചെയ്യില്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയാണ് ഈ സർക്കാരിൻ്റെ തുടർച്ചയായിരിക്കും ഇനി വരാൻ പോകുന്ന സർക്കാർ. കക്ഷി രാഷ്ട്രീയത്തിന് അടിസ്ഥാനപ്പെടുത്തി വികസന പദ്ധതികളോ അല്ല എന്നുണ്ടെങ്കിൽ നാടിൻ്റെ പുരോഗമനോന്മുഖമായ പ്രവർത്തനങ്ങളോ മാറ്റിമറിക്കാൻ സർക്കാരുകൾ തയ്യാറാവില്ല. എന്തായാലും വി ഡി സതീശൻ സർക്കാർ അതിന് തുനിയില്ല, UDF സർക്കാർ അതിന് തുനിയില്ല എന്നാണ് സതീശൻ വ്യക്തമാക്കിയിരുന്നത്. പറഞ്ഞു വരുന്നത് കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പദ്ധതിയായിരുന്നു PM ശ്രീ പദ്ധതി. കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേന്ദ്രത്തിൻ്റെ ആ PM ശ്രീ പദ്ധതിക്കെതിരെ ഘോരഘോരം സമരങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി സ്കൂളുകളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചും പാഠ്യപദ്ധതികളെക്കുറിച്ചുമെല്ലാം പരാമർശിക്കുന്ന ഒരു പദ്ധതി, അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല. സംഘപരിവാറിൻ്റെ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, കേരളത്തിലെ കുട്ടികളുടെ പാഠ്യപദ്ധതികളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ സമരങ്ങൾ നടത്തിയതും ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ തന്നെയാണ്. എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അന്തിമ പാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശിവൻകുട്ടി ആ പദ്ധതിയിൽ രായ്ക്ക് രായ്മാനം ആരും അറിയാതെ, അതായത് ക്യാബിനറ്റിൽ ആലോചിക്കാതെ, ക്യാബിനറ്റിലൊരു തീരുമാനം കൈക്കൊള്ളാതെ, ഘടകകക്ഷികളോട് ആലോചിക്കാതെ, മുന്നണിയിൽ ആലോചിക്കാതെ, മുന്നണിയെയും ക്യാബിനറ്റിനെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയും ആരോരും അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. പിന്നീട് ഇടതുപക്ഷ കക്ഷിയിൽ ഏറ്റവും മുതിർന്ന കക്ഷിയായ CPI തന്നെ ഇതിനെതിരെ അതിശക്തമായി രംഗത്ത് വരികയും താൽക്കാലികമായി ആ പദ്ധതി മരവിപ്പിക്കുകയുമായിരുന്നു. ഒരുപക്ഷെ പിണറായി വിജയൻ CPIയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന ഒരേ ഒരു സന്ദർഭം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ PM ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല, അത്തരത്തിലുള്ള പണവും കേരളത്തിലെ സ്കൂളുകൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത്. രണ്ട് സാഹചര്യമാണ്. അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉള്ളത് എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നൊരു അഭിപ്രായമാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുഖ്യമന്ത്രി ബഹുമാന്യായ VD സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, PM ശ്രീ പദ്ധതി നേരത്തെ തന്നെ സർക്കാർ ഒപ്പിട്ടതാണ്, അംഗീകരിച്ചതാണ്. അതുകൊണ്ട് ആ പദ്ധതിയിന്മേൽ അതിനി വേണ്ട എന്ന് വയ്ക്കാനായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ഒരു സർക്കാർ മറ്റൊരു സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്ന് തുടക്കത്തിലെ സംസാരിച്ചിരുന്ന സതീശൻ്റെ ഇപ്പോഴത്തെ ഭാഷയും പ്രവൃത്തിയും ഇത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മഞ്ഞക്കുറ്റിയെല്ലാം പറിച്ചെറിഞ്ഞ് അതിവേഗ റെയിൽവേ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ഒരു പദ്ധതി നിർത്തലാക്കിയുണ്ടായി? ഒരു സർക്കാർ മറ്റൊരു സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്നുണ്ടെങ്കിൽ അത്തരം പദ്ധതികൾ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി അംഗീകരിക്കുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. എന്താണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസിന് ഇതേക്കുറിച്ച് പറയാനുള്ളത്? എനിക്കിത് തോന്നിയിട്ടുള്ള രണ്ട് കൂട്ടർക്കും ഇതിൽ ഇരട്ടത്താപ്പ് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ അന്ന് പാതിരാത്രി ആരും അറിയാണ്ട് ജോൺ ബ്രിട്ടാസാണ് അതിന് പാലം പണിത് എന്നുള്ളത് അന്ന് കേന്ദ്രമന്ത്രി അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. ഈ PM ശ്രീയിൽ ഒപ്പിടാൻ ആദ്യം എതിർത്ത കേരളം ഏറ്റവും അവസാനം ജോൺ ബ്രിട്ടാസാണ് ഇതിന് പാലമായി നിന്നത് എന്നുള്ളതും പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അന്ന് കേന്ദ്ര മന്ത്രാലയം പരസ്യമായിട്ട് പറഞ്ഞതാണ്.
അപ്പം ഒരു കാര്യം ഉറപ്പാണ്, CPM അതിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളതും ജോൺ ബ്രിട്ടാസാണ് അതിന് പാലം വെച്ചു കൊടുത്തത് എന്നുള്ളതും മുന്നണിയിലെ മറ്റ് ആരും അറിയാതെയാണ് ഈ സാധനം ചെയ്തതെന്നുള്ളതും അതിനെതിരെ പിന്നീട് CPI രംഗത്ത് വരുന്നതും പിൻവലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ തങ്ങളുടെ മന്ത്രിമാരെ പിൻവലിക്കുന്നുള്ളത് CPI പരസ്യമായി എന്താ ഒരു സാധനം CPM കൊടുത്തതല്ല, പ്രത്യേക ബ്ലോക്കായിരിക്കും വരെ പറഞ്ഞു. ഇത്തരത്തിൽ CPM ഉറപ്പിച്ച ഒരു സംഭവമായിരുന്നു. അവസാനം നിവൃത്തിയില്ലാണ്ട് താൽക്കാലികം കൊടുത്ത സാധനം മരവിപ്പിക്കാൻ വേണ്ടി കത്തയച്ചു CPM. അതാണ് ലാസ്റ്റ് അവർ ചെയ്തത്. ഇപ്പോൾ VD സതീശൻ സർക്കാർ വരുമ്പോൾ, സതീശൻ സർക്കാർ വരുന്നതിന് മുമ്പത്തെ സിറ്റുവേഷൻ നമ്മൾ പറയണം. അന്ന് ഇലക്ഷൻ ക്യാമ്പയിലും സതീശൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ PM ശ്രീ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള ചുവടുവെപ്പാണിത്, ഇത് CPM സംഘപരിവാറും കൈകോർക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് സതീശൻ മുമ്പോട്ട് വന്നത്. അപ്പം അതിന് സതീശൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സതീശൻ ഈ സാധനമായിട്ട് പിന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ സതീശൻ ഇന്ന് പറഞ്ഞ കാര്യം, ഇതിൽ രണ്ട് കാര്യങ്ങൾ സതീശൻ പറഞ്ഞുള്ളൂ. ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒന്ന് വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടാൻ, വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതികൾ മാറ്റാനോ സിലബസുകൾ മാറ്റാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനോ യാതൊരുവിധ അംഗീകാരവും അനുവാദവും സെൻട്രൽ ഗവൺമെൻറ്റിന് സംസ്ഥാന സർക്കാർ കൊടുക്കില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. PM ശ്രീ കേരളത്തിൽ നടപ്പാക്കും, പക്ഷേ ഈ സാധനം നടപ്പാക്കില്ല. ഒന്നാമത്തെ കാര്യം ഇത്, ഈ പാഠ്യപദ്ധതി സിലബസ് മറ്റ് പാഠപദ്ധതിയെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സമ്മതിക്കില്ല എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഏതൊക്കെ സ്കൂളിൽ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സംഭവം ഒരു ഒപ്പിട്ടു. ഇതിലിപ്പോൾ പ്രശ്നം നടക്കുന്ന മറ്റൊരു കാര്യം, PMCയിൽ ഒപ്പിട്ടു, അപ്പോൾ ഫണ്ട് വന്നു എന്നുള്ളതും ആ ഫണ്ട് സംസ്ഥാന സർക്കാർ കൈപ്പറ്റി എന്നുള്ളതുമാണ്. ഇപ്പം ശിവൻകുട്ടി എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടില്ല, ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇവർ പറയുന്നു ഫണ്ട് വന്നിട്ടുണ്ട്, അത് മുൻ ഗവൺമെൻറ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ മറ്റൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒപ്പിട്ടത് ഈ പറഞ്ഞ പോലെ ശിവൻകുട്ടിയും പിണറായി വിജയനും ഇവരറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇപ്പം അവർ പറയുന്നു ഇത് സംഘപരിവാറിന് മുമ്പിൽ തല വെച്ച് കൊടുക്കലാണ് എന്നുള്ളത്. അപ്പോൾ അന്ന് വെച്ചത് എന്താ തലയല്ലേ, ഇപ്പോൾ വെച്ചത് മാത്രമാണോ തല? അപ്പം ഇരു കൂട്ടർക്കും ഇതിൽ കൃത്യമായിട്ടുള്ള രണ്ട് കൂട്ടർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ലീഗിൻ്റെ ഒരു ഇരട്ടത്താപ്പ് ഇതിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ 3 ദിവസം മുമ്പ്, 3 അല്ല എനിക്കൊരു 5 ദിവസം മുമ്പ് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസിൻ്റെ ഒരു വാർത്താ സമ്മേളനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് PM ശ്രീ ബന്ധപ്പെട്ട് ഒരു കാര്യം വെച്ചാലും മുമ്പോട്ട് പോകാൻ അയക്കില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇതുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പറയുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും പാർട്ടി ജീവിച്ചിരിപ്പുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നഖശിഖാന്തരം എതിർക്കുന്നുള്ളതും മുന്നണിക്കുള്ള ശക്തമായ മെസ്സേജ് അദ്ദേഹം കൊടുത്തതാണ് ലീഗിൻ്റെ ആൾക്കാർ. ഇതേ ലീഗുകാർ ഇപ്പോൾ വരുമ്പം അവർക്ക് മൗനാണ്. അപ്പം ഫണ്ട് വരുമ്പം, പൈസ വരുമ്പം ഈ പറഞ്ഞ പോലെ അവിടെ LDF എന്നോ UDF എന്നോ ലീഗെന്നോ ഇല്ലാത്തൊരു പ്രക്രിയയാണ് ഇപ്പോൾ എനിക്കിവിടെ കാണുന്നതായി തോന്നിയത്. അത് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അന്ത്യപാദത്തിൽ പിണറായി വിജയൻ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രധാന വെല്ലുവിളി സാമ്പത്തികമില്ലായ്മ തന്നെയാണ്. അപ്പോൾ കിട്ടാവുന്ന ഇടത്തു നിന്നെല്ലാം പണം കടം വാങ്ങിയിട്ടുണ്ട്. അവസാനം ധവളപത്രം ഇറക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 5000 ലക്ഷം കോടിയുടെ കടം നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്രത്തോളം കടബാധ്യതയിൽ തന്നെയായിരുന്നു സർക്കാർ. അപ്പോൾ 10 പൈസ എവിടെ നിന്നെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ ന്യായാന്യായങ്ങളൊന്നും നോക്കാതെ കേരളത്തിൻ്റെ വരുന്ന തലമുറയെ ഇതെങ്ങനെ ബാധിക്കുന്നു, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംസ്കൃതിയെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നും നോക്കാതെ തന്നെയാണ് അന്ന് PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുന്നത്. അത് ഘടകകക്ഷിയായ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ CPI തന്നെ എതിർക്കുമ്പോൾ അതിൽ അന്തസാര ശൂന്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ പദ്ധതിയിലെ മനസ്സിലാക്കാൻ സാധിക്കും. കാവ്യവൽക്കരണമാണ് ആദ്യമേ അവർ പറഞ്ഞിരുന്നെങ്കിൽ ആ കാവ്യവൽക്കരണത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അവരത് ഒപ്പിട്ടത്. പിന്നീട് ശിവൻകുട്ടി പറഞ്ഞത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടക്കമാണ് PM ശ്രീ പദ്ധതി, അത് അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് PM ശ്രീ. അപ്പോൾ അത് അംഗീകരിക്കാതെ ഞങ്ങൾ കാശ് വാങ്ങിക്കും, ഞങ്ങളത് അംഗീകരിക്കില്ല, അങ്ങനെയൊന്നും അവിടെ നോംസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ VD സതീശൻ എന്ന് മുഖ്യമന്ത്രി പറയുന്നതും പാഠ്യപദ്ധതി ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ പിന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ അദ്ദേഹം ബാധ്യസ്ഥ തന്നെയാണ്. ഇതിനിപ്പം അവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പാഠ്യപദ്ധതികളോ സിലബസിലോ കേന്ദ്രത്തിന് ഇടപെടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം ഏതൊക്കെ സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. ഈ 2 വിഷയവും ബാക്കിയെല്ലാം കേന്ദ്രത്തിന് തീരുമാനിക്കാം. പക്ഷേ ഈ 2 കാര്യങ്ങൾ കേന്ദ്രത്തിന് ഇടപെടാൻ പാടില്ല എന്നുള്ളതും കേരളത്തിൽ നിലപാട് പറഞ്ഞുകൊണ്ട് നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറായും ബാക്കിയുള്ളവരെ ചേർത്തുകൊണ്ട് എന്താ പറയുക മറ്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബാക്കിയുള്ള പല ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇന്നോ നാളായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇത്രയും കാലമല്ലാത്ത എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ CPI ഒഴികെ ബാക്കി ഒരു പാർട്ടിക്കാരെയും
നമുക്ക് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും ഇരട്ടത്താപ്പ്, കോൺഗ്രസിൻ്റെ ആയാലും ലീഗിൻ്റെ ആയാലും CPM-ൻ്റെ ആയാലും എല്ലാവരും നിറം മാറുന്ന ഓന്തിനെ പോലെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം. അത് ഈ ഫാസ്റ്റ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ സാധിക്കുക? സാധാരണഗതിയിൽ നമ്മളൊരു പരിപാടി അല്ലെങ്കിൽ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പാണല്ലോ അതിൻ്റെ വരുംവരായങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാതെ ഒരു പരിപാടി ഒരു പദ്ധതി നമ്മൾ അനൗൺസ് ചെയ്തിട്ട് അതിൽ ഒപ്പിട്ട് കരാറ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം അത് പ്രായോഗികമാകുമെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ കേരളത്തിലെ ഏതൊക്കെ സ്കൂളുകളിൽ പ്രാവർത്തികമാക്കാൻ പറ്റും, ഈ പദ്ധതി നടപ്പാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കേരളത്തിലെ കുട്ടികൾ തന്നെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഏത് സ്കൂളിൽ നടപ്പാക്കിയാലും അല്ല, ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്കൂളുകൾ മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ പ്രിയംശ്രീയുടെ ഈ പദ്ധതി. അപ്പം അത് ഏത് സ്കൂളിൽ വേണം എന്നുള്ളത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത്. ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ സാധനം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പം എന്താ പറയുക, കേന്ദ്ര വിദ്യാലയത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും സാധനം വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് കേന്ദ്ര വിദ്യാലയത്തിലേക്ക്. അപ്പം ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത് ആദ്യം ഈ പറഞ്ഞ പോലെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും. അപ്പം ഏതൊക്കെ സ്കൂളുകൾ സാധനം കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കും എന്നുള്ളത് അവർ പറയും. അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത്. അതിപ്പോൾ ഏത് സ്കൂളുകളിൽ നടപ്പാക്കിയാലും, തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് സ്കൂളുകളിൽ നടപ്പാക്കിയാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണ അജണ്ട, ഹിന്ദുത്വ അജണ്ട സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏത് സ്കൂളുകളിൽ പദ്ധതി നടപ്പാക്കിയാലും അത് ഈ പറഞ്ഞ അജണ്ട തന്നെയാണല്ലോ നടപ്പാക്കുക. അപ്പം അത് ഏത് സ്കൂളിൽ എന്നുള്ളത് വിഷയമല്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഇവർ നേരത്തെ എതിർത്തുന്നത് പോലെയാണെങ്കിൽ ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഏത് സ്കൂളിനെ ആയാലും കാവ്യവൽക്കരിക്കാൻ സമ്മതിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ബാധകമല്ല, ആകെ ബാധകമാവുന്നത് ഈ സിലബസിൻ്റെ കാര്യം ആണല്ലോ, പദ്ധതിയാണല്ലോ വിഷയം, സ്കൂളുകളല്ലല്ലോ. അപ്പം എന്തായാലും അതിൽ സൈൻ ചെയ്യുന്നതിന് മുമ്പ്, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് പിണറായി വിജയൻ സർക്കാർ അത് കാര്യക്ഷമമായി ആലോചിച്ചിട്ടില്ല. പൈസയുടെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് അന്ന് പണം വാങ്ങിക്കൊണ്ട് സൈൻ ചെയ്തത്. അതിന് CPI എതിർക്കുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോൾ അന്ന് എതിർത്തിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹവും ഇപ്പോൾ പറയുന്നത് ഇത് ആലോചിക്കാൻ, നമുക്ക് ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കാൻ പറ്റുമെന്ന് ആലോചിക്കാൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്തൊക്കെ പാഠ്യപദ്ധതികൾ നമുക്കിവിടെ ഉൾപ്പെടുത്തണ്ട എന്നുള്ളതൊക്കെ ചിന്തിക്കണം. അതൊക്കെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പാണല്ലോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതും ചർച്ചയാവേണ്ടതും. അതിനുശേഷമാണല്ലോ ഇത്തരം ഒരു കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനത്തിലേക്ക് പോകേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ PM ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ സർക്കാരും ചില ഒളിച്ചുകളികൾ നടത്തിയിട്ടുണ്ട്. സ്വന്തം മുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ ആലോചിക്കാതെ അന്ന് VD സതീശൻ്റെ തന്നെ ഭാഷ ഇങ്ങനെയായിരുന്നു, മുന്നണിയെയും മന്ത്രിസഭയെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് പോയി സൈൻ ചെയ്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരും കേരളത്തിലെ ജനതയെ ഇരുട്ടിൽ നിർത്തി. ഇപ്പോൾ VD സതീശൻ സർക്കാരും ജനതയെ ഇരുട്ടിൽ നിർത്തി എന്ന് വേണ്ടേ പറയാൻ. അതെ, ഇതിപ്പോൾ നമ്മൾ ഒരു ഭാഗത്തിൻ്റെ മാത്രം പറഞ്ഞു പോകുമ്പോൾ ശരിയാവില്ല. നമ്മൾ കൃത്യം ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആരോടും പ്രത്യേകിച്ച് അനുകമ്പയോ VD സതീശനോട് പ്രത്യേക സ്നേഹമോ പിണറായി വിജയനോട് പ്രത്യേക പകയോ ഒരു കാര്യമില്ല. പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് നിലപാടുകൾ പറയാന്നുള്ളത് നമ്മളെല്ലാവരും കടമയാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇത് വളരെ കൃത്യമാണ്. ഈ പറഞ്ഞ പോലെ CPM പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ CPIനെ പോലും അറിയിക്കാണ്ടാണ് പാതിരാത്രി പോയി ഒപ്പിട്ട് പോകുന്നത്. അതിന് എന്താ പറയുക, അന്ന് അവിടുത്തെ ജോൺ ബ്രിട്ടാസ് കൊട പിടിച്ചു കൊടുക്കുന്നു. അങ്ങനെ അതെന്തായാലും ആ മൂന്നേ ആൾക്കാരെ അറിഞ്ഞിട്ടുള്ളൂ. P ശിവൻകുട്ടി, ജോൺ ബ്രിട്ടാസ്, പിണറായി വിജയൻ. നാലാമതൊരാൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അതീവ രസമായിട്ട് ഈ സാധനം പോകുന്നത്. അല്ല, ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കഷ്ടി ഒരു മാസം ആവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മാസം കൃത്യം 30 ദിവസം ആവുന്നുള്ളൂ. 30 ദിവസം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പുള്ള നാളുകളിലായിരുന്നു PM ശ്രീ പദ്ധതിയുമായി ഒപ്പുവയ്ക്കുന്ന കാര്യങ്ങൾ. ഒരു 2 മാസം മുൻപാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ 3 മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ പറ്റിയ എന്ത് അനുകൂല സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ UDF സർക്കാർ ബാധ്യസ്ഥരാണ്. നേരത്തെ ഫവാസ് സൂചിപ്പിച്ച പോലെ മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് എഡ്യൂക്കേഷൻ വിഭാഗം ഇരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ തന്നെയാണ്. അപ്പോൾ അവരും അത് വ്യക്തമാക്കണം. ഈ 3 മാസത്തിനിപ്പുറം കേരളത്തിൽ എന്ത് രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യമാണ് മാറിയിരിക്കുന്നത്, കേരളത്തിലെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അനുകൂല സാഹചര്യം എന്താണ് എന്നുള്ളത് അവർ വ്യക്തമാക്കണം. ഇനി ഈ നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സാഹചര്യമല്ല ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത്. അന്ന് പൈസ വാങ്ങി പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യം പ്രത്യേകമായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് എന്തായിരുന്നു, ഇന്ന് നിലവില്ലാത്ത ഏത് തരത്തിലുള്ളൊരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നു എന്നുള്ളത് അവരും വ്യക്തമാക്കണം. ഈ 2 കൂട്ടരും സമൂഹത്തോട്, അതായത് പൊതുജനങ്ങളോട് ഇത്തരം വസ്തുതകൾ തുറന്നു പറയാനും ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ടതിൻ്റെ പുറകിലുള്ള വികാരം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ തയ്യാറാകണം. എന്നാലേ ഇതിൻ്റെ ആശങ്ക
ഒഴികെയുള്ളൂ, ദുരൂഹത ഒഴികെയുള്ളൂ. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. വി ഡി സതീശൻ സർക്കാരിൻ്റെ നയം അത് തന്നെ ആയിരിക്കും എന്നാണ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചതും. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ ചുമതലയേറ്റതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ ജനകീയമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു. ആദ്യത്തെ നടപടി തന്നെ അദ്ദേഹത്തിൻ്റെ അകമ്പടി വാഹനങ്ങൾ ഒഴിവാക്കി 2-3 വാഹനങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിലുള്ളൂ. ഇത്തരം ദൂർത്ത് ചെലവുകൾ ഒഴിവാക്കുന്നു, ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നില്ല മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള സന്ദേശം നൽകുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ. അപ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂടുതൽ ജനഹിതങ്ങളായിട്ടുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ പോലും ദൂരീകരിക്കപ്പെടേണ്ടതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയാണ് ഈ സർക്കാർ എന്നുള്ളത് നമ്മുടെ തത്വത്തിൽ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്തൊക്കെയാണ് പാളിച്ചകൾ പറ്റിയതെന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇന്നിപ്പോൾ സ്വന്തം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ പാളിച്ചകളെ ഏതൊക്കെ ന്യൂനതകൾ ഒഴിവാക്കിയിട്ടാണ് PM ശ്രീ പദ്ധതി അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തതെന്നും കൂടി വ്യക്തമാക്കണം.